റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. സർക്കാർ സ്കൂളുകളിലെ അധ്യാപക നിയമനം സ്തംഭിച്ചിട്ട് 3 വർഷം. പല റാങ്ക് പട്ടികകളിൽ നിന്നും നാമമാത്രമായ നിയമനങ്ങളാണ് നടത്തിയത്. സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയത്തിന്റെ പട്ടികയുടെ കാലാവധി അവസാനിച്ചിട്ടും 16 പേരെ മാത്രമാണ് നിയമിച്ചത്. ഫിസിക്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി വിഷയങ്ങളുടെ പട്ടികയുടെ കാലാവധി 3 മാസത്തിനകം ചേരും. ഗോപാൽ ഷീലാസനിലാണ് ചേരുന്നത്. ഗോപാൽ, സർക്കാർ സ്കൂളുകളിൽ നിയമനം കാത്ത നിരവധി പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. പക്ഷേ 3 വർഷമായി അനക്കമില്ല ഈ ലിസ്റ്റിൽ എന്നതാണല്ലേ മനസ്സിലാകുന്നത്? അതേ വിനീത, കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലെ അധ്യാപക നിയമനം പൂർണ്ണമായും സ്തംഭിച്ച മട്ടിലാണ്. 4 വർഷ ബിരുദം കൂടി വന്നതോടുകൂടി തന്നെ അതിനുശേഷം ഒരിടങ്ങളിലും കാര്യമായിട്ടുള്ള ഒരു നിയമനവും നടന്നിട്ടില്ല. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ, അതായത് കൊമേഴ്സ് പോലെയുള്ള റാങ്ക് പട്ടികയിൽ നിന്നൊക്കെ ഒരാൾക്ക്, 1ാം റാങ്കുള്ള ആൾക്ക് പോലും നിയമനം ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. മാസങ്ങളും വർഷങ്ങളുമായി കോടതിയിലും വകുപ്പ് ഓഫീസുകളിലും കയറിയിറങ്ങുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. ഇതിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം കഴിഞ്ഞ മാസം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റാങ്ക് പട്ടികയുടെ കാലാവധി തന്നെ അവസാനിച്ചു. 3 വർഷത്തിനിടെ ഈ പട്ടികയിൽ നിന്ന് 16 പേരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹിസ്റ്ററി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി വിഷയങ്ങളുടെ പട്ടിക 3 മാസത്തിനകം അവസാനിക്കും. ഇതിൽ പല പട്ടികയിൽ നിന്നും നിയമനം ലഭിച്ചത് ഒറ്റ അക്ക നമ്പറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒറ്റ അക്കത്തിലുള്ള എണ്ണത്തിൽ മാത്രമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത്. ജോഗ്രഫി 2, ഇംഗ്ലീഷ് 2, കൊമേഴ്സ് 2, സൈക്കോളജി 4, ഹിസ്റ്ററി 8, ഫിസിക്സ് 9, ഇങ്ങനെ പോകുന്നു. ഈ വിഷയങ്ങളിലൊക്കെ നിയമന നില 3 വർഷത്തിനിടയിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളുള്ള പട്ടികയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദയനീയ സ്ഥിതിയുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന PG വെയിറ്റേജ് എടുത്തു മാറ്റിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് 16 മണിക്കൂർ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ തസ്തിക നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന് കാട്ടി നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. ഈ പട്ടിക പ്രകാരം 350ഓളം അധ്യാപകരുടെ തസ്തികകൾ തന്നെ അധികമാണ് എന്നതാണ് ഈ ഫയലിൽ പറയുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മാസങ്ങളിൽ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിയമനം നടന്നില്ലെങ്കിൽ പിന്നീട് ഇത് ഒരിക്കലും നടക്കുകയില്ല എന്ന തരത്തിലേക്ക് വലിയ ആശങ്കയിലാണ് വർഷങ്ങൾ ഇതിനുവേണ്ടി ചെലവഴിച്ച ഉദ്യോഗാർത്ഥികളായിട്ടുള്ള കുട്ടികൾ.